ഈ വീഡിയോയിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ ടേബിളിൽ കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇതിൽ ജെൻഡർ, ഏജ്, കോഴ്സ് എന്നീ ഡീറ്റെയിൽസാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അതിൽ ജെൻഡർ എന്നുള്ള കോളത്തിന് താഴെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ ഒരു ഡൗൺ ആരോ കാണാം. ആ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് വരുന്നുണ്ട്. അതിലേതിലാണ് ഒന്നാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഏജിൻ്റെ സെലക്ട് ചെയ്യുമ്പോൾ 17 മുതൽ 30 വരെ വയസ്സുള്ള ആളുകൾക്ക് അവിടെ എൻട്രി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 17 മുതൽ 30 വരെയുള്ള സംഖ്യകൾ കൊടുത്തിരിക്കുന്നത്. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ ഓപ്ഷനുള്ളൂ. അതുപോലെ തന്നെ കോഴ്സ് ഡീറ്റെയിൽസിലും കോഴ്സിനെ കുറിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്ന കോഴ്സിൽ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പുറമെ വേറെ ഒരു കോഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ഈ ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ജെൻഡർ എന്നുള്ള കോളത്തിന് താഴത്തെ സെല്ല് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് മെയിൽ, ഫീമെയിൽ, അതേഴ്സ് ഈ 3 ഡാറ്റകളാണ് നമുക്ക് വേണ്ടത്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഡാറ്റ ടാബ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡാറ്റ വാലിഡേഷൻ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ വാലിഡേഷൻ ക്രൈറ്റീരിയ എന്നുള്ളതിൽ എനി വാല്യൂ എന്നുള്ളത് മാറ്റിയിട്ട് ലിസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2 മെത്തേഡ് ഉണ്ട്. ഒരു മെത്തേഡിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലാതെ ഇനിയൊരു വേറെ മെത്തേഡ് കൂടി ഉണ്ട്, അതുകൂടി പറയാം. ഫസ്റ്റ് മെത്തേഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മെയിൽ, ഫീമെയിൽ, അതേഴ്സ് ടൈപ്പിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ കാണാം ഒരു ഡൗൺ ആരോ ബട്ടൺ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. മെയിൽ. ഇനി താഴെയുള്ള കോളങ്ങളിൽ ഇതില്ല, ഈ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. അപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ഡാറ്റ ഒന്ന് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് ഡ്രാഗ് ചെയ്താൽ മതി. ഇനി താഴെയുള്ള കോളംസിലും വന്നിട്ടുണ്ട്, ഓപ്ഷനുണ്ട്. നമുക്ക് അടുത്ത മെത്തേഡ് കൂടി ചെയ്ത് നോക്കാം. ഇതിൽ ഏജ് എന്ന് പറഞ്ഞ കോളത്തിൽ നമുക്ക് 17 മുതൽ 30 വരെയുള്ള നമ്പറാണ് ഡിസ്പ്ലേ ഉദ്ദേശിക്കുന്നത്. അത് ഏജ് റെസ്ട്രിക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. 17 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 17 മുതൽ 30 വരെയുള്ള നമ്പേഴ്സ് വേണം. മുതൽ 30 വരെയുള്ള നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഏജിന് താഴെയുള്ള സെല്ല് സെലക്ട് ചെയ്യുക. ഡാറ്റ വാലിഡേഷൻ ഇവിടെ ലിസ്റ്റാക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ അപ്പ് ആരോ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ നമ്പേഴ്സ് സെലക്ട് ചെയ്യുക. വീണ്ടും തിരിച്ചു വരിക, ഓക്കെ കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ ഒരു ഡൗൺ ആരോ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 17 മുതൽ 30 വരെയുള്ള നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഏജ് സെലക്ട് ചെയ്യാം, 17. ഇനി ഇത് താഴേക്ക് കിട്ടാനായിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രോപ്പ് ഡൗൺ ചെയ്താൽ മതി. ഓക്കെ. ഇനി ഇപ്പോൾ എല്ലാ സെല്ലുകളിലും ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കോഴ്സും നമുക്കിത് ചെയ്യാം. കോഴ്സിന് വേണ്ടിയിട്ട് ആർട്സ്, സയൻസ്, എൻജിനീയറിംഗ്. ഈ 3 കോഴ്സുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക. ഡാറ്റ വാലിഡേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലിസ്റ്റിൽ സെലക്ട് ചെയ്യുക. ഈ അപ്പ് ആരോ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരിക, ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ നോക്കൂ, ഇവിടെ ആർട്സ്, സയൻസ്, എൻജിനീയറിംഗ്
ഇങ്ങനെ 3 കോഴ്സുകളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് താഴേക്ക് ഡ്രാഗ് ചെയ്യാം. നോക്കൂ, ഓക്കെ. ഇനി ഇത് ഈ ഷീറ്റിൽ നിന്ന് നമുക്ക് വേറെ ഷീറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഹൈഡാക്കി എടുത്തോളും. Ctrl+X, വേറെ ഷീറ്റിലേക്ക് നമുക്ക് പേസ്റ്റ് ചെയ്യാം. നമ്മളത് ഇവിടെ നിന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താലും നമുക്കിവിടെ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ആ സെയിം തന്നെ ഡിസ്പ്ലേ ചെയ്യും, സെയിം ഡാറ്റ തന്നെ ഡിസ്പ്ലേ ചെയ്യും. ഇനി നമുക്ക് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് ബട്ടൺ അമർത്തി നോക്കാം. ഡാറ്റ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഈ ലിസ്റ്റ് ഡിലീറ്റ് ആയിട്ടില്ല. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഡിലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം നോക്കാം. അതിനായിട്ട് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഏതൊക്കെ സെല്ലുകളാണ് ഉള്ളത് അതെല്ലാം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഡാറ്റ വാലിഡേഷൻ ടാബ് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ക്ലിയർ ഓൾ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എല്ലാ സെല്ലുകളെയും ഡിലീറ്റ് ആവുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.